എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സായയുടെയും റിന്നിന്റെയും കുട്ടിക്കാലം കാണിക്കും. സായ ആണെങ്കിൽ ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. മാത്രമല്ല അവന്റെ കുഞ്ഞിലെ വളരെ ഫേമസ് ആയിരുന്നു. അവനെ ഇന്റർവ്യൂ എടുക്കാൻ ആരെങ്കിലും ശ്രമിച്ച അവരെ ടീസ് ചെയ്ത് കളിയാക്കി കടന്നു പോകും. അത് കണ്ട് റിന്നും അവന്റെ ചേട്ടൻ സായി അനുകരിച്ച് അങ്ങനെ അവന്റെ കൂടെ തന്നെ നടന്നു വരികയാണ്. റിന്നിനാണെങ്കിൽ ലക്കില് ചില പ്രൈസുകളൊക്കെ അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയാണ്. അതിന് സായി പറയും, എനിക്ക് കഴിവുണ്ട്, ടാലന്റ് ഉള്ളിടത്തോളം കാലം ലക്കിന്റെ ആവശ്യമില്ല. ഞാൻ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ടാലന്റ് ഒക്കെ ഉപയോഗിച്ച് വലിയ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കും. അത് കാണിച്ച് ഞാൻ തെളിയിക്കും ലക്കിനെ കഴിഞ്ഞ് വാല്യൂ ഉള്ളത് അത് ടാലന്റിനാണെന്ന്. അതാണ് എന്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ് അവരങ്ങനെ നടക്കുകയാണ്. അത് കേൾക്കുമ്പോൾ റിന്നിന് മനസ്സിലാവും അവന്റെ ചേട്ടൻ സായിക്ക് തോക്കുന്നത് ഇഷ്ടമല്ല. ആൾക്ക് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും എവിടെയും തോൽക്കുന്നത് ആൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഡേ നമ്മുടെ റിന്ന് അവന്റെ ചേട്ടൻ സായിയുടെ ഇപ്പോൾ മാച്ചൊക്കെ കണ്ട് പുറത്ത് പാവകളെയൊക്കെ വെച്ച് അവൻ കളിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു ബോൾ അങ്ങനെ ഇത് വരുന്നത് റിന്ന് കാണുക. അവൻ എന്തോ ഒരു ആവേശം തോന്നി അവൻ ഗ്രൗണ്ടിലേക്ക് ചാടി ഇറങ്ങി ആ ബോള് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഒരൊറ്റ അടി. അത് കറക്റ്റായിട്ട് ഗോളായി മാറുകയാണ്. അവന്റെ ചേട്ടൻ സായി അവൻ ഓടി വന്ന് എന്നെ വഴക്കൊന്നും പറയാതെ ചേർത്ത് പിടിക്കും. വാവ്, നിനക്കും നല്ലൊരു കഴിവുണ്ട്, നീയും എന്റെ കൂടെ ഇനി മുതൽ ഫുട്ബോൾ കളിക്കണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് നമ്മുടെ ഹീറോയുടെ പപ്പയും അമ്മയും അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ തൊട്ടു പിന്നില് യെല്ലോ കളർ ഡ്രസ് ഇട്ട ഒരു ആന്റി, അവർ ആക്ച്വലി ബാച്ചറോയുടെ അമ്മയാണ്. ഒരു ബാച്ചറോയെയും ഇസുക്കയെയും ചൂണ്ടിക്കാണിക്കും. കണ്ടോ, നമ്മുടെ മക്കൾ രണ്ടുപേരും എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ബോണ്ടോടും കൂടെയാണ് ഗെയിം കളിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും അഭിമാനവും തോന്നുന്നു. അതേസമയം ചിഗിരിയാണെങ്കിൽ അവന്റെ അമ്മയ്ക്കും സിസ്റ്ററിനും കൈയൊക്കെ വീശി കാണിക്കും. കട്ട് ചെയ്ത ജപ്പാൻ ഫുട്ബോൾ യൂണിയന്റെ ചെയർമാൻ ആളാണെങ്കിൽ ഇപ്പോൾ ഒരു മാനേജറിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. ആ മാനേജറിനെ പിടിച്ചു വലിച്ച് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നീ എന്ത് ടീമാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ ബ്ലൂ ലോക്ക് ടീം അവരെ കണ്ടുപഠിക്ക്. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുൻപേ അവർ 2 ഗോൾ അടിച്ചു. നമ്മള് വെറും വീക്കാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കളിയിൽ തോൽക്കും. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. കളിയുടെ ഫസ്റ്റ് ഹാഫ് അത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവര് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിഫ്രഷ്മെന്റിനായിട്ട് ഇരിക്കുകയാണ്. അവർ പരസ്പരം തമാശ പറഞ്ഞും കളിയാക്കിയൊക്കെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. ഇവിടെ റിയോ ആണെങ്കിൽ ഇപ്പൊ നാഗയെ അവൻ അഭിനന്ദിക്കും. വാവ്, നിന്റെ ആ ഗോള് അത് ശരിക്കും അടിപൊളിയായിരുന്നു. ഉടനെ ഈഗോയും ആളുടെ അസിസ്റ്റന്റും അവിടേക്ക് വരും. ഈഗോ പറയും, നിങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു, പക്ഷേ നമ്മളിപ്പോ തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫിലെ നിങ്ങളുടെ പ്ലേ അതൊന്ന് വിലയിരുത്തിയേ തീരൂ. ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്തതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളൊന്നും തുടക്കത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയി വന്നില്ല. പക്ഷേ അത് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് ഗോൾ നമുക്ക് സമ്മാനിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ റിന്നാണ്. ഇസക്കിയുടെ സപ്പോർട്ട് കൊണ്ടാണ് റിന്ന് അത് കഴിഞ്ഞത്. പക്ഷേ അത്രയും ഡിഫൻഡേഴ്സ് ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തി? അതിന് റിന്ന് പറയും, എനിക്ക് ഇസക്കിയെ സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഈഗോ ആണെങ്കിൽ ഇപ്പൊ ഹീറോനോട് ചോദിക്കും, നിന്റെ എക്സ്പെക്ടേഷൻ അതെന്തായിരുന്നു? അതിനവൻ പറയും, ഞാൻ ആഗ്രഹിച്ചത് അവൻ എനിക്ക് പാസ് തരുമെന്നാണ്. അതുപയോഗിച്ച് എനിക്കൊരു ഗോൾ അടിക്കാൻ കഴിയുമെന്ന് ഞാൻ വലിയൊരു പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ അതെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഉടനെ ഈഗോ പറയും, എനിക്കറിയാം നിങ്ങൾ 11 പേർക്കും 11 പേരിലെയും ഈഗോ അത് കൂടിക്കൂടി വരികയാണെന്ന്. നിങ്ങൾക്ക് സെൽഫായിട്ട് ഗോൾ അടിക്കണം, പോയിന്റ് അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഡു ഓർ ഡൈ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചത്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ഒരു കാരണവശാലും നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആവരുത്. സെക്കൻഡ് ഹാഫ് അത് നിർണായക ഘട്ടമാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ സ്ട്രാറ്റജി അതൊന്നും ഫലിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് കളി തീരുന്നത് വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങളുടെ ഫോർമേഷനിൽ യാതൊരു ചേഞ്ചും ഇല്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്, ഈ കളിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഹീറോ ആണെന്ന് പറഞ്ഞ് ആളങ്ങനെ നടന്നു പോകും. അത് കേൾക്കുമ്പോൾ ഇസുക്കിയുടെ മനസ്സിലെ ആ ഒരു കോൺഫിഡൻസും പവറും ഒക്കെ അതങ്ങനെ ഇരട്ടിയായി മാറുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഓപ്പണന്റ് ടീമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര നിരാശ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. സായെ കണ്ട് അവർ ചോദിക്കും, ഹലോ ജീനിയസ്, നമ്മുടെ ടീമിന് ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫോർമേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? അതിന് ക്യാഷ്വലായിട്ട് സായി പറയും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യേ, ഞാനിപ്പോ ഇവിടെ വെച്ച് ഈ മാച്ച് വിട്ട് പോവാണ്. അത് കേട്ട് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവൻ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾ ആരും എന്റെ അത്രയും ലെവലിൽ കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഈ ഗെയിം വിട്ട് പോകുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ബ്ലൂ ലോക്ക് ടീം അവരെന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് എയിമുണ്ട്. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ പുറപ്പെടാൻ തയ്യാറാവുകയാണ്.
ഉടനെ ഐക്യു പറയും ഐ എം സോറി ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും പവർ അത് മെഷർ ചെയ്യാനായിരുന്നു ഈ ഒരു മത്സരം. പക്ഷേ നമ്മളെല്ലാവരും വീക്കാണെന്ന് നമ്മൾ കാട്ടിക്കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ നമ്മുടെ ടീം പോലും അവശേഷിക്കില്ല. ഐക്യു പറയുന്നത് കേട്ട് ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ടെൻഷൻ ആവുകയാണ്. അവർക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊന്നും തിരിയുന്നില്ല. അത് കേട്ട് ഇറ്റോഷി ആണെങ്കിൽ അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ ആണെങ്കിൽ ആ മുടിയൻ അവിടേക്ക് വരും. അവനെ കാണേണ്ട താമസം സായി ഇറ്റോഷി അവൻ കൺവിൻസ്ഡ് ആയിട്ട് ഇപ്പൊ അവർ ഒരുമിച്ച് ഗെയിം കളിക്കാൻ തയ്യാറാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ റിന്ന് അവനാണെങ്കിൽ സായി തോഷിയെ കുറിച്ച് ആലോചിക്കുകയാണ്. നടക്കുന്ന സമയത്ത് സായി തോഷി പറഞ്ഞ കാര്യം, നീ എന്റെ അനുജനെ പോലെ തന്നെ ചിന്തിച്ച് ഇങ്ങനെ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ നിനക്കിതിൽ ജയിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പം മുതലേ റിന്നും സായും അവർ രണ്ടുപേരും ഒരേ ടീമിലാണ് കളിച്ചു വളർന്നു വന്നത്. റിന്ന് അവന്റെ വിജയത്തെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ കാണുന്നത് അവന്റെ ചേട്ടന്റെ വിജയമാണ്. എപ്പോഴും നമ്പർ 1 പ്ലെയർ അതെന്റെ ചേട്ടനായിരിക്കണം, നമ്പർ 2 ഞാനും, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോർമേഷൻ ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റരുത് എന്നൊരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും എപ്പോഴും കട്ടയ്ക്ക് ഗെയിം കളിക്കുക. ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടോ അതിലെല്ലാം തന്നെ അവര് 1 ആയി എല്ലാവരുടെയും ശ്രദ്ധ നേടി മുൻപോട്ടേക്ക് വന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ ചേട്ടൻ സായി അവർ റിന്നിനോട് ചോദിക്കും, ആക്ച്വലി കളിക്കുമ്പോൾ നിന്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോവാറ്? റിന്നാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, പ്രത്യേകിച്ചൊന്നും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവാറില്ല. നീ എനിക്ക് ബോൾ ഇട്ട് തരും, ഞാനത് ഉപയോഗിച്ച് ഗോളടിക്കും, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിന് സായി പറയും, ഇത് നീ പറയുന്നത് ഒരു ഗട്ട് ഫീലിങ്സിൽ നിന്നാണ്. ആക്ച്വലി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്റെ കൂടെ ഇല്ല എങ്കിൽ നീ എങ്ങനെ ഗോളടിക്കും? നീ എങ്ങനെ ഈ കളിയിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ഇത് കേട്ട് റിന്നാണെങ്കിൽ അവൻ വണ്ടടിക്കും. അതിന് സായി പറയും, ഞാൻ എൻ്റെ കൂടുതൽ ട്രെയിനിങ്ങിന് വേണ്ടി സ്പെയിനിലേക്ക് പോവാണ്. ഞാൻ പോയാലും നീ ഒരു കാരണവശാലും ഉഴപ്പാനായിട്ട് പാടില്ല. നമ്പർ 2 പ്ലെയർ ആയിട്ട് നീ എന്നും ഉണ്ടാവണം. എൻ്റെ പിന്നാലെ നീയും സ്പെയിനിലേക്ക് വരണം. നമുക്ക് രണ്ടുപേർക്കും അവിടെയും ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് കളിക്കണം. അങ്ങനെ സായി ഇത്തോഷി ആണെങ്കിൽ റിന്നിനോട് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് സ്പെയിനിലേക്ക് പോയി. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ റിന്ന് അവനാണെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവന്റെ സ്കില്ല് അത് ഇമ്പ്രൂവ് ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം വളരെ യാദർശികമായിട്ട് സർപ്രൈസ് ആയിട്ട് സായി അവന്റെ അടുത്തേക്ക് വരും. സായി കണ്ട് റിന്നിന് ഭയങ്കര സന്തോഷം. ഉടനെ സായി പറയും, ഞാൻ സ്പെയിനിൽ എത്തിയപ്പോഴാണ് എൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയത്. ഞാൻ നല്ലൊരു പ്ലെയറേ അല്ല. അവിടെ വെച്ച് ഞാൻ എൻ്റെ ലക്ഷ്യം മാറ്റി ഒരു മിഡ്ഫീൽഡർ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പൊ അതാണ് എൻ്റെ ലക്ഷ്യം. റിന്നാണെങ്കിൽ വണ്ടർ അടിക്കും, സായി നീ എന്തായി പറയണേ? നല്ലൊരു പ്ലെയർ, നല്ലൊരു സ്ട്രൈക്കർ ആവണം എന്നല്ലേ നിന്റെ ആഗ്രഹം? നീ വെറും ഒരു മിഡ്ഫീൽഡർ ആയിട്ട് നിൽക്കാൻ പാടില്ല. എനിക്ക് നല്ലൊരു ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ടുള്ള സായി, അദ്ദേഹത്തിന് ബ്രദറായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. അതിന് സായി പറയും, നമുക്കിവിടെ വെച്ച് ഒരു 1-on-1 മാച്ച് അത് കളിക്കാം. അതിൽ ആര് ജയിക്കുന്നോ അതിൽ നീ ജയിക്കുകയാണെങ്കിൽ നീ പറയുന്നത് പോലെ എൻ്റെ പഴയ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവാം. മറിച്ച് ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. സായി ആണെങ്കിൽ സിമ്പിളായിട്ട് അവനെ തോൽപ്പിക്കും. അതിനുശേഷം അവനൊരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റിന്ന് അവൻ വീട്ടിൽ വന്ന് ഒരുപാട് ദേഷ്യത്തിൽ അവനും തായുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്ന ട്രോഫികളും ഒക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അവനെ പോലൊരു ബ്രദർ അതെനിക്ക് അപമാനമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ മുരച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ റിന്നിന്റെ അടുത്തേക്ക് വന്ന് അവനെ നെക്സ്റ്റ് മാച്ചിന് വിളിച്ചോണ്ട് പോവാണ്. റിന്നാണെങ്കിൽ വെറിയോട് കൂടെ ഇപ്പോ ആ പ്ലേ ഗ്രൗണ്ടിലേക്ക് വരും. അതേസമയം മുടിയനെ കണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സും ഈഗോയും അവർ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.